എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെടിക്കെട്ടിന്റെ പൂരം മമ്മൂക്കക്ക് വേണ്ടി ബസൂക്കയിൽ പാടി തകർത്ത് ശ്രീനാഥ് ബാസി. ആ ഒരു അപ്ഡേറ്റിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മമ്മൂട്ടി ആരാധകരും സിനിമാ പ്രേമികളും ഒരേപോലെ ബസൂക്ക എന്ന സിനിമക്കായി കാത്തിരിപ്പിലാണ്. ഈ വരുന്ന ഏപ്രിൽ 10-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ഇനി വെറും 6 ദിവസങ്ങൾ മാത്രമാണ് ചിത്രത്തിന്റെ റിലീസിനുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. അല്പസമയം മുമ്പ് പുറത്തുവന്ന ബസൂക്കയുടെ ആദ്യ സിംഗിൾ സോങ് പാടിയിരിക്കുന്നത് ശ്രീനാഥ് ബാസിയാണ്. മമ്മൂക്കയുടെ മാസ് ലുക്കും സിനിമയിലെ ചില ഷോട്ടുകളും പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ പാട്ടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന ലോഡിംഗ് ബസൂക്ക എന്ന പാട്ടിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മിനിറ്റും 46 സെക്കൻഡുമാണ്. സരിഗമയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആദ്യ സിംഗിൾ സോങ് ബസൂക്കയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ സിനിമയിലെ നടൻ സുമിത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ബിഗ് ബി എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ബിജോ ജോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് സുമിത്ത്. ഇതിനു മുമ്പ് സാഗർ ഏലിയാസ് ജാക്കി, സീനിയേഴ്സ്, CIA തുടങ്ങിയ സിനിമകളിലും നടൻ അഭിനയിച്ചിട്ടുണ്ട്. മലയാളി പ്രേക്ഷകർക്ക് പരിചിതയായ നടിയായ തെന്നിന്ത്യൻ നായിക സിമ്രാന്റെ സഹോദരൻ കൂടിയാണ് സുമിത്ത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്ന ഡിനോ ഡെന്നിസ്. ബസൂക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ചിത്രം പ്രഖ്യാപിച്ച നാൾ മുതൽ തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിപ്പിലാണ്. ബസൂക്കയിൽ മമ്മൂക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ മേനോനും നിർണായക കഥാപാത്രമായി എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ബസൂക്ക സിനിമയുടേതായി ഇന്ന് പുറത്തു വന്ന ബസൂക്ക ലോഡിംഗ് എന്ന പാട്ടിനെ കുറിച്ചുള്ള നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.